ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? പ്രോപ്പർ ആയിട്ടൊരു കൺഫ്യൂസിംഗ് മാർക്കറ്റ് തന്നെയായിരുന്നു അല്ലേ. ബട്ട് നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെവൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെവലിന്റെ മുകളിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻസിന്റെ ചാർട്ടിലല്ല, ലൈക്ക് നമ്മുടെ ഇൻഡെക്സിന്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് നമ്മൾ ഓപ്ഷൻസിന്റെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട്. ഭയങ്കരമായിട്ടുള്ള മൂവ് ഒന്നും നമുക്ക് ഓപ്ഷൻസിന്റെ ചാർട്ടിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് വന്നിട്ട് ഓൾ ടൈം ഹൈന്റെ മുകളിൽ പോയിട്ട് ഒരു സെൽ ഓഫ് ഉണ്ടായി. ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ പറയാം. കാരണം ആ ഒരു ലെവലിലൊക്കെ ആയിട്ട് ഓഫ് കോഴ്സ് എന്തായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ടല്ലോ. സോ അവിടുന്ന് വന്നിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സിഇയുടെ സൈഡിലെ പ്രീമിയം നല്ലതുപോലെ ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അത് തന്നെ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുകയാണ്, പിയുടെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, ലൈക്ക് പ്രീമിയം ഹൈക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും റിയാലിറ്റിയാണ്. എന്ത് തന്നെ ആയാലും നമുക്കിപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് പ്രോപ്പർ ആയിട്ട് ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ലെവലിന്റെ, അതായത് 20,000 എന്നുള്ള 22,000 എന്നുള്ള ലെവലിന്റെ താഴെ വന്നാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് പ്രോബബിൾ വിസിബിൾ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ റിയാലിറ്റി. അതിന്റെ താഴെ വന്നാൽ മാത്രമേ നമുക്ക് ഒരു ധൈര്യത്തോടു കൂടി ഒരു ഷോർട്ട് സൈഡിലേക്കുള്ള ട്രേഡിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുന്ന എല്ലാ സമയത്തും തന്നെ അതൊരു ബയ്യറുടെ ടെറിട്ടറിയിലുള്ള മാർക്കറ്റാണ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നാളെ നമ്മളുടെ എക്സ്പയറി വരാൻ പോകുന്നുണ്ട് നിഫ്റ്റിയുടെ. അതിന്റെ കൂട്ടത്തിൽ പ്രൈസിൽ കുറച്ച് ബിഹേവിയർ കൂടി ഉണ്ടാവുന്നുണ്ട്. സോ നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഇന്നലെ എന്താണോ നമ്മൾ ചെയ്തിട്ടുള്ള അനാലിസിസ് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പ്രൈസിനെ വായിച്ചു തുടങ്ങാം. എന്താണ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവേണ്ടത്, എന്തായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. അതിന് മുമ്പ് നമുക്ക് ആദ്യം ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം എന്തായിരുന്നു നമ്മുടെ ഇന്നത്തെ അപ്ഡേഷൻ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണുള്ളത്. ഒരു സൈഡ് വേസ് വാണിംഗ് ഞാൻ രാവിലെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു, ഒരു 10:30 ആ ഒരു സമയത്ത് തന്നെ. അതിന് മുമ്പ് 9:31 ഞാൻ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ലെവൽ 400 എന്നുള്ളതാണ്, 650 എന്നുള്ളതാണ്. 400 താഴെ പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും വന്നിട്ടില്ല. ബട്ട് നിഫ്റ്റിയുടെ ഹയർ ലെവൽസിൽ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് താഴത്തേക്ക് വന്നപ്പോഴും ഞാൻ അഗെയിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തൊരു കാര്യം. ആൻഡ് കീപ് ഇൻ മൈൻഡ്, ഡൗൺ സൈഡ് ട്രേഡ് ഓൺലി 25% ഓഫ് യുവർ ആക്ച്വൽ ട്രേഡ്. എന്താണ് യൂഷ്വലി നമ്മൾ എടുക്കുന്നത്, അതിന്റെ 25% മാത്രമേ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓർ യു ക്യാൻ സ്കിപ്പ് ഡൗൺ സൈഡിനെ സ്കിപ്പ് ചെയ്യാനും പറ്റുന്നതായിരുന്നു. ഇനി എനി ചാൻസ് അവിടെ മൊമെന്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാന്നുള്ളതായിരുന്നു. ആൻഡ് മുകളിലേക്കുള്ളത് തന്നെയായിരുന്നു മൊമെന്റം നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുള്ളത് അല്ലേ. സോ നമ്മൾ പറഞ്ഞ ലെവലിന്റെ മുകളിലേക്ക് നിഫ്റ്റി അത്യാവശ്യം മോശമില്ലാത്ത മൊമെന്റം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ മൊമെന്റം കാണിച്ചു. ആൻഡ് അത് ഇമ്മീഡിയറ്റ് റിവേഴ്സ് ആവുന്ന പോയിന്റ് തന്നെ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട്. പിന്നെ സ്റ്റോപ്പ് ലോസിനെ ചെയ്യാനായിട്ട്, സെറ്റ് ചെയ്യാനായിട്ട്. ഇനി എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പ്രൈസിനെ വായിച്ചു തുടങ്ങുക. പ്രൈസ് മൂവ് ആയിട്ടുള്ളത് ഈ ഒരു ക്ലസ്റ്ററിൽ നിന്ന് ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ്. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നിട്ട് മുകളിലേക്ക് പോവാണ്. സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അതിന്റെ 50% താഴെ പോലും മാർക്കറ്റിന് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട്. അതും മാർക്കറ്റ് നിൽക്കുന്നത് ഓൾ ടൈം ഹൈന്റെ മുകളിൽ വന്നതിന് ശേഷമാണ് അവിടുന്ന് വന്നിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണിത്. ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് നമുക്ക് എടുക്കാനേ പറ്റുന്നില്ല. അണ്ടിൽ അൺലെസ് മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴെ ക്ലോസ് ചെയ്താലല്ലാതെ, അതായത് ഈ ഒരു ക്ലസ്റ്റർ വരുന്ന ലെവൽ ഉണ്ടല്ലോ 22,000 എന്നുള്ള ലെവല്. സോ 22,000 എന്നുള്ള ഈ ഒരു ലെവലിന്റെ താഴെ ക്ലോസ് ചെയ്താലല്ലാതെ നമുക്കിതൊരു നെഗറ്റീവ് സെന്റിമെന്റിലേക്ക് തിരിഞ്ഞു എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ എടുക്കാനേ പറ്റില്ല. എന്തുകൊണ്ടാണ്? പ്രൈസിനെ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ വായിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ മാർക്കറ്റ് ഈച്ച് ആൻഡ് എവറി ഡേ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുന്നു, മുകളിലേക്ക് പോകുന്നു. ഒരു ബൈയിങ് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. മാർക്കറ്റിൽ ഉണ്ടാവേണ്ട മൊമെന്റം ഗ്യാപ്പ് അപ്പിൽ അങ്ങോട്ട് പോകും. എന്ന് വിചാരിച്ചിട്ട് നാളെ ചാടി കയറിയിട്ട് പിന്നെ ക്യാരി ഫോർവേഡ് നിൽക്കണ്ട. കാരണം ക്യാരി ഫോർവേഡ് ചെയ്താലും നിങ്ങൾ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എൻഡ് ആയി കഴിഞ്ഞാൽ നാളെ മാർക്കറ്റിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായാലല്ല അത് നിങ്ങൾക്ക് ഒരിക്കലും സിയിൽ അപ്രീസിയേഷൻ ഉണ്ടാവില്ല. അവിടുന്ന് കാശ് പോകാനുള്ള വഴി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. സോ ഇവിടെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെന്റിമെന്റ് എന്നുള്ള നമുക്ക് ഈ ഒരു ക്യാൻഡിൽ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതൊരു ന്യൂട്രൽ ക്യാൻഡിലാണ്, ഡോജി ക്യാൻഡിൽ മാത്രമാണ് അല്ലേ. സോ ഈ ഒരു ഡോജി ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനർത്ഥം ഇവിടെ ഒരിക്കലും സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതല്ല. ഇനി ഇതിന് ശേഷം ആരാണോ ഏത് സൈഡിലേക്കാണോ പ്രഷർ കാണിക്കുന്നത്
അങ്ങോട്ടായിരിക്കണം നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എന്നുള്ളതാണ്. സോ ഈ ന്യൂട്രൽ ക്യാൻഡിൽ കാണിച്ചത് ഹയർ ലെവൽ തന്നെ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നാളെ നമുക്കൊരു നെഗറ്റീവ് ക്ലോസ് കിട്ടുന്ന ക്യാൻഡിൽ കിട്ടുകയാണ് 22,000 എന്നുള്ള ലെവലിന്റെ താഴെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് സൈഡിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. പ്രൈസിനെ വായിക്കാനായിട്ട് പഠിക്കുക. ഇത്രയും നല്ലൊരു മൊമെന്റം മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും, അതിനുശേഷം ബ്രേക്ക് ഔട്ട് തരും. അങ്ങനെയാണ് പ്രീവിയസ്ലി നമുക്ക് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന എല്ലാ മൊമെന്റങ്ങളും ഉണ്ടാവുക. ഇവിടുന്ന് മാർക്കറ്റിൽ നല്ലൊരു മൊമെന്റം ഉണ്ടായിരുന്നു, മാർക്കറ്റ് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തന്നു. എഗെയിൻ ഇവിടുന്ന് നല്ലൊരു മൊമെന്റം ഉണ്ടായിരുന്നു, ഇവിടെ മാർക്കറ്റ് ഹോൾഡ് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് ഒരു മൊമെന്റം തന്നു. മാർക്കറ്റ് 100-110 നിങ്ങളെ കൂട്ടാതെ എങ്ങോട്ടും പറന്നു പോകില്ല. സോ പ്രൈസിനെ വായിക്കാനായിട്ട് ശീലമായി തുടങ്ങുക എന്നുള്ളതാണ്. എന്താണ് പ്രൈസിൽ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങുക എന്നുള്ളതാണ്. ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നറിയാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. സോ അതേ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഒരിക്കലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഒരിക്കലും എന്തായിട്ടില്ല, വീക്ക് ആയിട്ടില്ല. എങ്ങനെ ഈ വീക്ക് ആയിട്ടില്ല എന്ന് എന്തുകൊണ്ടായി പറയുന്നത്? ഈ ഒരു ഡോജി ക്യാൻഡിൽ വെച്ചിട്ട് മാത്രമാണ് നമുക്ക് മാർക്കറ്റിനെ കാണാൻ പറ്റുക? ഒരിക്കലുമല്ല. പ്രീവിയസ്ലി ഉള്ള പിക്ചറിൽ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടുന്ന് വന്നിട്ടുള്ള നല്ല സെൽ ഓഫിനെ മാർക്കറ്റ് ഇവിടെ ടേക്ക് ഓവർ ചെയ്തു. ഈ കാണുന്ന ക്യാൻഡിലിന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ വിസിബിൾ ആയിട്ട് നമുക്ക് സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ അതിന്റെ ഫോളോ ത്രൂ ആയിട്ടാണ് മാർക്കറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. സോ മാർക്കറ്റ് ഇവിടെ 1, 2, 3 ദിവസം ഹോൾഡ് ചെയ്യും, അതിനുശേഷം മാത്രമേ മാർക്കറ്റ് പ്രൈസ് മുകളിലേക്ക് ഷൂട്ടപ്പ് ചെയ്യുള്ളൂ. ഓർ എൽസ് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കിവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലായിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 45,000 എന്നുള്ള ഈ ഒരു റേഞ്ച് അല്ലെ, 45,000 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലൊക്കെ ആയിട്ട് വരും. ഇത് മാർക്കറ്റ് ഒരു ബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ താഴെ മാത്രമേ നമുക്കൊരു ഡയറക്ഷണൽ സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുള്ളൂ. അതിന്റെ ഉള്ളിൽ ഈ ഒരു 1000 പോയിന്റ് നമ്മൾ വെറുതെ ചുമ്മാ വിട്ടോളം എന്നുള്ളതല്ല പറഞ്ഞത്. ഇതിന്റെ ഉള്ളിൽ വരുന്നതൊക്കെ നമുക്ക് താഴത്തേക്കുള്ള ട്രേഡുകൾ നമുക്ക് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ മിനിമൈസ് ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഈ ഒരു ലെവലിന്റെ താഴെ ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന്റെ അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. ഇതിന്റെ താഴെ വന്നാൽ മാത്രമേ അവർ പേടിക്കുന്നുള്ളൂ. ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നതൊക്കെ തന്നെ എന്തായിരിക്കും, ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നോൺ ഡയറക്ഷണൽ മൂവ്മെന്റ് എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ പ്രൈസിനെ വായിച്ച് ശീലമാവാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ 1 hour ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 1 hour ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീക്ക്നെസിന്റെ പ്രസൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഇവിടെ നമുക്ക് റെഡ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അതിന് മുമ്പ് ഇവിടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്. ആ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ താഴെ, അതായത് 50% താഴെ പോലും മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചുമ്മാ ഞാൻ ഈ ഒരു ഇതിനെല്ലാം ഒന്ന് ഹൈഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും വിസിബിൾ ആയിട്ട്. സോ പ്രൈസിന്റെ ബിഹേവിയർ എപ്പോഴും എങ്ങനെ ഉണ്ടാവുക? പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോവാണ്, ഇവിടുന്ന് താഴത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്. ബട്ട് ഇവിടെ ഒരിക്കലും പ്രൈസിന് സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിന്റെ താഴത്തേക്ക് പ്രൈസ് വന്നാൽ മാത്രമേ ഷോർട്ട് ടൈമിലേക്കുള്ള ട്രേഡിൽ ഇരിക്കുന്ന ആൾക്കാരെങ്കിലും ഓക്കെ ഇവിടെ പ്രൈസിന് എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു മീനിങ്ങിൽ ഇതിനെ താഴത്തേക്കുള്ള ട്രേഡ് പ്ലാനിലേക്ക് തന്നെ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. എഗെയിൻ പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു, ഇവിടെ റെഡ് ക്യാൻഡിൽ ഉണ്ടാവുന്നു, ഇതിന്റെ താഴത്തേക്ക് പ്രൈസ് വരട്ടെ, അപ്പോഴല്ലേ മാർക്കറ്റിൽ താഴത്തേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. എഗെയിൻ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഈ ഇവിടെ ഒരു ക്ലസ്റ്റർ മാർക്കറ്റ് ഉണ്ടാക്കുകയാണ്, ഒരു റേഞ്ച് മാർക്കറ്റ് ഉണ്ടാവുന്നു, എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. സോ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സെല്ലിനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല അണ്ടിൽ ആൻഡ് അൺലെസ് മാർക്കറ്റ് ഈ 46,000 എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് പ്രോപ്പർ ആയിട്ടൊരു ക്ലോസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രാഡേയിലേക്ക് പോലും നമുക്ക് നല്ല ഒരു ലെറ്റ്സ് ഒരു 100-150-200 പോയിന്റ്സിന്റെ ഒരു മൊമെന്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോലും നമുക്ക് ഈ ഒരു ലെവലിന്റെ താഴെ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ലെവലിന്റെ താഴെ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നത്? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടിനെ ചുമ്മാ ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു പോയിന്റ് എല്ലാം തന്നെ മാർക്കറ്റിന് എന്തായിരുന്നു, പ്രീവിയസ്ലി മാർക്കറ്റിന് ഹഡിൽസ് ആയിരുന്നു അല്ലെ ഈ ഒരു പോയിന്റ്. സോ ഇവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും ഇത്. സോ ഇതിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ മാർക്കറ്റ് വീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ലെവലിലെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള ഈ 1000 പോയിന്റ് 500 പോയിന്റ് ഒക്കെ വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, വീക്കിലി ടൈം ഫ്രെയിമിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 45,000 താഴെ മാത്രമേ നല്ലൊരു സെൽ ഓഫിനുള്ളൂ. ബട്ട് നമുക്ക് ഇൻട്രാഡേയിലാണെന്നുണ്ടെങ്കിലും പോലും സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ 46,200 എന്നുള്ള ലെവലിനെ മിനിമം മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 46,000 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. എഗെയിൻ നല്ല ഫോൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് തന്നെ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ പ്രൈസ് എങ്ങനെയാണ്, പ്രൈസിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, പ്രൈസിനെ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അഗൈൻ ഇനി 50-minute ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടുത്തെ സിനാരിയോ ഉണ്ടായിട്ടുള്ളത്? മാർക്കറ്റിന് ഹഡിലായിട്ട് വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ഹഡിലായിട്ട് വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസത്തെ ഹൈ തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. അതായത് 46,700 എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുക. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ ഇൻട്രാഡേയിലേക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ
ലൈക്ക് ഒരു ചെറിയ ഷോർട്ട് ട്രേഡിനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 46,450 എന്നുള്ള പോയിന്റ് ആണ്. 46,450 ആൻഡ് 46,700 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്, അഗെയിൻ വീണ്ടും പറയാണ്, ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ചെറിയ മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലാതെ നേരെ ബ്രേക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരിക്കലും ട്രേഡിനെ പ്ലാൻ ചെയ്യരുത്. ഇവിടെ നേരെ താഴത്തേക്ക് വന്നിട്ട് എന്താ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നേരെ താഴത്തേക്ക് വന്നിട്ട് എന്താ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നേരെ താഴത്തേക്ക് വന്നിട്ട് എന്താ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. കണ്ണ് തുറന്ന് നോക്കിയാൽ മതി എങ്ങനെയാണ് നമ്മുടെ കാശ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഒരു 10:30 വരെയൊക്കെ ട്രേഡ് ചെയ്തതിനു ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. സോ 46,450 എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത് 46,300 എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം നമുക്ക് വരാൻ പോകുന്നത് 46,150 എന്നുള്ള ലെവലായിരിക്കും. 46,150 എന്നുള്ള ടാർഗറ്റ്. ആൻഡ് അതിനും താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 46,000 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ എഗെയിൻ പറയാണ്, ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ, ലെറ്റ്സ് അസ്യൂം 50% ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക താഴത്തേക്കുള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ, ഇൻ എനി ചാൻസ് നമുക്ക് മൊമെന്റം കിട്ടുന്നത് അപ്പർ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത്, ലെറ്റ്സ് ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു ട്രേഡിനെ കാണാൻ സാധ്യതയുണ്ട്. 47,000 എന്നുള്ള ലെവലിനെ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 950 എന്നുള്ള ലെവൽ തന്നെ ആയിരിക്കും. ഓഫ് കോഴ്സ് 950 ശേഷം മാർക്കറ്റിന് 47,100 അല്ലെങ്കിൽ 50 എന്നുള്ള ലെവലിനെ തന്നെ നമുക്ക് എടുക്കാം. ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള ഒരു മൊമെന്റം എഗെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി എഗെയിൻ വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിലും ഫ്ലാറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിലും ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെയാണ്. 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റാണ്. ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെ ആയിരിക്കും ഞാൻ മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നുണ്ടാവുക. ഓർ എനി ചാൻസ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലായിരിക്കും എന്റെ വാച്ച് ലിസ്റ്റിൽ ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 46,300 എന്നുള്ള പോയിന്റ്. 46,300 താഴെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും എന്റെ താഴത്തേക്കുള്ള ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ 2 ദിവസമാണെന്നുണ്ടെങ്കിലും പി സൈഡിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല. ആ ഒരു രീതിയിൽ മാത്രമായിരിക്കും എൻ്റെ ട്രേഡ് പ്ലാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റിയിൽ നമുക്ക് നാളെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിഫ്റ്റിയിൽ ഇപ്പൊ ഈ ലാസ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ്. ഇവിടുന്ന് ഉണ്ടായ ഒരു മൂവിന്റെ 50% പോലും ഈ ഒരു മൂവിന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. ബട്ട് എന്നിരുന്നാലും നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് ക്രൂഷ്യലാണ്. ഏതൊരു പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്? ഇന്നത്തെ ഈ ഒരു ഡേ ഹൈനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. 21,180 എന്നുള്ള പോയിന്റിനെ 21,180 വാച്ച് ചെയ്യുക. 21,180ക്കും ആൻഡ് അതുപോലെ തന്നെ 22 ആണ്, 22,180 ആൻഡ് അതുപോലെ തന്നെ 22,100. സോ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ്, ഇവിടെ കണ്ടാണ് മാർക്കറ്റിന്റെ ആവറേജ് ക്ലോസ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഒരു 10:30 വരെയൊക്കെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സിനാരിയോ കാണാൻ പറ്റും. ഇത് ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. ഒരു 30 പോയിന്റ് ഒക്കെ എസ് ഇട്ടിട്ട് 300 പോയിന്റ് കിട്ടാനൊന്നും കാത്തിരിക്കരുത്. ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഡെയിലി ടൈം ഫ്രെയിമിലെങ്കിലും ഈ ഒരു ലെവലിന്റെ, അതായത് 22,000 എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ 2200 എന്നുള്ള ലെവലിന്റെ താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2240 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുശേഷം 22,000 എന്നുള്ള ടാർഗറ്റിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അവർ രണ്ട് ലെവലിനെയും വാച്ച് ചെയ്യാം. അങ്ങനെ അതുപോലെ തന്നെ ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിലും ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിലും ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ടാവും. സോ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. അഗ്രസീവായിട്ട് ചാടി കയറാണ്ടിരിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് ആ ഒരു ലെവലിനെ ടേക്കൻ ഔട്ട് ചെയ്യുമ്പോൾ, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ ഇത് തന്നെയായിരുന്നു. സോ ആ ഒരു ലെവലിനെ ടേക്കൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൊമെന്റം അവിടെ കിട്ടും എന്നുള്ളതാണ്. സോ ഇന്നത്തെ ലെവൽസ് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇവിടുന്നാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴെ വന്നു, എഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണ്. ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുകയാണ്. ഇതിന് അത്ര ഭയങ്കര റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തേക്ക് കൂട്ടിയിട്ടില്ല. നമ്മൾ ലൈക്ക് എന്താണോ മാർക്കറ്റിൽ സംഭവിക്കുന്നത് അതിനെ വായിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇനി എന്താണ് നമ്മൾ ഫിൻനിഫ്റ്റിയിൽ, നാളെ നമ്മുടെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. എന്താണ് നമ്മൾ ഫിൻനിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ടത്? ഫിൻനിഫ്റ്റി നിൽക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേജ് തന്നെയാണ്. അപ്പർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
1600 എന്നുള്ള ലെവൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,530 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിലും താഴത്തേക്കാണെന്നുണ്ടെങ്കിലും ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ഫിനിഫ്റ്റിയിൽ ഞാൻ അഗൈൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പിന്നെ HDFC ചെറിയൊരു വീക്ക്നസ് ഇന്നും അഗൈൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഈ ഒരു ലെവലിന് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുന്നതിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. നാളെ എക്സ്പയറി കൂടി ആയതുകൊണ്ട്. ആൻഡ് അത് മാത്രമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ബട്ട് എന്നാലും ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് അത്ര നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെന്റ് അല്ല. അപ്പർ സൈഡിലേക്ക് ഇങ്ങനെ പ്രൈസ് അധികം ദിവസങ്ങളിലൊന്നും ട്രാവൽ ചെയ്യാറില്ല. ആൻഡ് ഇതേ ഒരു വരവ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. കാരണം പാനിക് സെല്ലിംഗ് ഉണ്ടാവാറുണ്ട്, പാനിക് ബൈയിങ് മാർക്കറ്റിൽ ഉണ്ടാവാറില്ലല്ലോ. സോ ഇതൊരിക്കലും ഒരു ഹെൽത്തി മൂവ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ താഴത്തേക്കാണ് വരുന്നതെങ്കിലും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. നമുക്കൊരു അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രോഫിറ്റിനെ നമുക്ക് പിന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. സോ ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് 20,480 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. 480 താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബേസിലേക്കായിരിക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ടുണ്ടാവുക 20,420 എന്നുള്ള ലെവലിൽ. സോ ആ ഒരു ലെവലിനെയൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് പിന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി നോക്കേണ്ടതുണ്ട് അല്ലേ. എന്തായിരുന്നു നിഫ്റ്റി മിഡ് ക്യാപ്പിൽ സംഭവിച്ചിട്ടുള്ളത്? മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ആയി. നമ്മൾ ഇന്നലെ പറഞ്ഞ റേഞ്ച് ഇതായിരുന്നു. ബട്ട് ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ വൈകുന്നേരം ആകുന്നത് വരെ മാർക്കറ്റ് ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അവിടെ തന്നെ നിന്ന് മാർക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു. സോ അങ്ങനെ ഒരു എക്സ്പയറിയിൽ പരിപാടി തീരുമാനമാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ യൂഷ്വലി പിന്നെ ബാങ്ക് നിഫ്റ്റി അല്ലാതെ ബാക്കി ഒന്നിലേക്കും ഞാൻ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോയിട്ടുമില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മൾ പിന്നെ HDFC നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? 1415 എന്നുള്ള ലെവലിലെ വാച്ച് ചെയ്യാം. 1415 താഴെ വന്നു കഴിഞ്ഞാൽ ഇൻട്രാഡേക്കുള്ള ഒരു മൊമെന്റ് നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. 8-10 രൂപയുടെ മൊമെന്റ് ക്ലിയർ കട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും. ആൻഡ് ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം. അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലും വാച്ച് ചെയ്യാം. അതിനും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. അണ്ടിയാണുള്ള മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക 1425 എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് HDFCക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഷോർട്ടും പിടിച്ച് ഇരിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. സ്വയം ഷോർട്ടായിട്ട് തേഞ്ഞൊട്ടി ഇരിക്കാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് മുകളിലേക്കുള്ള മൂവ്മെന്റ് കാണിക്കും. ആൻഡ് എഗെയിൻ എന്താണ് പിന്നെ ICICയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? 1040 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക. 1040യുടെ താഴെ വന്നാൽ മാത്രമേ ഇതിനകത്തൊരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ. എഗെയിൻ ആക്സിസ് ബാങ്കിൽ നമ്മൾ എന്താണ് വാച്ച് ചെയ്യേണ്ടത്? 1060 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ 1070 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക. ഈ രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും നാളത്തേക്കുള്ള മൊമെന്റം ആക്സിസ് ബാങ്കിൽ കാണിക്കുക എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിലാണ് 1030യുടെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 റുപ്പീസിന്റെ മൂവ്മെന്റ് നമുക്ക് ഇൻട്രാഡേയിൽ തന്നെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ 745 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക. അപ്പർ സൈഡിൽ ആ ഒരു ലെവലിന്റെ മുകളിൽ വന്നാൽ ചെറിയൊരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റവും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മൾ പിന്നെ ഇൻഫീൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? ഇൻഫീൽ ഈ ഒരു അപ്പർ സൈഡ് മാത്രം ഒന്ന് വാച്ച് ചെയ്താൽ മതി. ആ ഹെയർ ലെവലിൽ 1710 എന്നുള്ള ലെവലിൽ 1710യുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ TCSൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ ഇത് തന്നെയായിരുന്നു. ബട്ട് അത് മോർണിംഗിൽ ആ ഫസ്റ്റ് ക്യാൻഡിൽ ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊന്നും നമുക്ക് ഒരിക്കലും ട്രേഡിനൊന്നും പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല. ബട്ട് എഗെയിൻ മാർക്കറ്റ് വന്നിട്ട് ആ ഒരു ലെവൽ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക്, അതായത് 4100 അല്ലെങ്കിൽ 110 എന്നുള്ള ലെവലിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് 130 അല്ലെങ്കിൽ 140 എന്നുള്ള ലെവലിലേക്കൊക്കെ TCS അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഇന്നത്തെ പെർഫോമർ ലൈക്ക് റിലയൻസ് മാത്രമാണ് നിഫ്റ്റിയെ നല്ല രീതിയിൽ അത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സോ എഗെയിൻ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ്. സോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 2940 എന്നുള്ള ലെവലിൽ തന്നെയാണ്. 2940യുടെ താഴെയോ മുകളിലോ എന്നുള്ള രീതിയിൽ മാത്രം ട്രീറ്റ് ചെയ്യുക. 2940യുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ മാത്രം പ്ലാനുകൾ പ്ലാൻ ചെയ്യുക. ചെറിയ ഷോർട്ട് ട്രേഡുകൾ മാത്രം പ്ലാൻ ചെയ്യുക. നല്ല സെൽ ഓഫ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ ട്രെൻഡ് ലൈനിനെയും ബ്രേക്ക് ചെയ്യണം, ഈ ഒരു ലെവലിനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല സെൽ ഓഫുകൾ വരുകയുള്ളൂ എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസിനെ എങ്ങനെ റീഡ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ആവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ എന്തെങ്കിലും ഒരു പ്രൈസ് ലെവൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അതിൽ ഉപകാരപ്പെടുന്നില്ലല്ലോ. നിങ്ങൾക്കും ലൈക്ക് എന്താണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിയണ്ടേ. സോ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അനാലിസിനെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്താണ് പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് സ്വയം വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും എന്താണ് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.